നയതന്ത്രമേശയിലെ വാഗ്ദാനങ്ങൾക്കപ്പുറം അമേരിക്കയുടെ പ്രായോഗിക നീക്കങ്ങളെ മാത്രമായിരിക്കും ഇറാൻ ഇനി വിലയിരുത്തുക. തങ്ങളുടെ ഭാഗത്തു നിന്നുള്ള മുന്നറിയിപ്പുകൾ വെറും വാക്കുകളല്ല എന്ന് ബോധ്യപ്പെടുത്താൻ ഇറാൻ ചില സൈനിക യാഥാർത്ഥ്യങ്ങൾ കൂടി മുന്നോട്ട് വെക്കുന്നുണ്ട്. അമേരിക്ക കരാർ ലംഘിക്കുകയാണെങ്കിൽ അതിനെ നേരിടാൻ മുൻകൂട്ടി തയ്യാറാക്കിയ കൃത്യമായ ഒരു കൗണ്ടർ പ്ലാൻ തങ്ങൾക്കുണ്ടെന്നാണ് ഇറാന്റെ പ്രഖ്യാപനം. കരാർ ഒപ്പിട്ടില്ലെങ്കിൽ ഇറാൻ തങ്ങളുടെ സൈനിക വിന്യാസമോ സന്നദ്ധതയോ ഒട്ടും കുറച്ചിട്ടില്ല. ഭൂഗർഭ മിസൈൽ താവളങ്ങളും അത്യാധുനിക ഡ്രോൺ സാങ്കേതിക വിദ്യകളും യുദ്ധക്കപ്പലുകളും പൂർണ്ണ സജ്ജമായി നിർത്തിയിരിക്കുകയാണ്. ആഗോള എണ്ണ വ്യാപാരത്തിന്റെ ജീവനാഡിയായ ഹോർമുസ് കടലിടുക്കിൽ ഇറാന് കൃത്യമായ മേധാവിത്വമുണ്ട്. അമേരിക്ക കരാർ ലംഘിച്ചാൽ ഈ മേഖലയിലെ കപ്പൽ ഗതാഗതത്തെ ബാധിക്കുന്ന രീതിയിലുള്ള ശക്തമായ തിരിച്ചടി നൽകാൻ ഇറാന് കഴിയും. ഇത് ആഗോള സാമ്പത്തിക രംഗത്തെ തന്നെ ഉലയ്ക്കാൻ പോകുന്ന പ്രതിരോധ തന്ത്രമാണ്. ഇറാന്റെ പ്രസ്താവനയിലെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം തങ്ങളുടെയും തങ്ങളെ പിന്തുണയ്ക്കുന്ന പ്രതിരോധ മുന്നണിയുടെയും അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിൽ വിട്ടുവീഴ്ചയില്ല എന്ന പ്രഖ്യാപനമാണ്. പശ്ചിമേഷ്യയിൽ അമേരിക്കയുടെയും ഇസ്രയേലിന്റെയും സാമ്രാജ്യത്വ നയങ്ങൾക്കെതിരെ ഇറാൻ കെട്ടിപ്പടുത്ത സഖ്യകക്ഷികളുടെ കൂട്ടായ്മയാണിത്. ലെബനിലെ ഹിസ്ബുള്ള, യമനിലെ ഹൂതികൾ, സിറിയയിലെയും ഇറാഖിലെയും വിവിധ ഷിയ സായുധ ഗ്രൂപ്പുകൾ എന്നിവരടങ്ങുന്നതാണ് ഈ പ്രതിരോധ നിര. ഈ സഖ്യകക്ഷികൾക്കെതിരെ അമേരിക്കയോ സഖ്യകക്ഷികളോ നീക്കം നടത്തിയാലും അത് കരാറിന്റെ ലംഘനമായി കണക്കാക്കുമെന്ന് സൂചനയാണ് ഇറാൻ നൽകുന്നത്. തങ്ങളുടെ ലക്ഷ്യം പൂർത്തിയാക്കുന്നത് വരെ വിശ്രമമില്ലെന്നും മേഖലയിലെ പ്രതിരോധ പോരാട്ടങ്ങളിൽ മൺമറഞ്ഞുപോയ രക്തസാക്ഷികളുടെ ബലിദാനം വെറുതെയാകില്ലെന്നും പ്രസ്താവന അടിവരയിടുന്നു.